ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം പരമാത്മാ എന്ന് വിശദമാക്കി നോക്കി നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന പദത്തിന് ശരിയായിട്ടുള്ള അർത്ഥമായി ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ്, ബുദ്ധി ഇവയെയെല്ലാം അറിവ് സ്വരൂപമാക്കി ആ ബുദ്ധിയാൽ ഈ ശരീരത്തെയും അറിവുള്ളവാക്കി ഈ ലോകത്തെ നോക്കിക്കൊണ്ട് മൂന്ന് അനുഭവങ്ങൾക്കും സാക്ഷിയായി ഇരുന്നു കൊണ്ട് ആരിയ്ക്കുന്നു അത് പരമാത്മാ എന്ന് നമ്മൾ വിശദമായിട്ട് ശങ്കരാചാര്യ സ്വാമി നമ്മളെ പഠിപ്പിച്ചു. ഇനി വീണ്ടും ആ പരമാത്മാ തത്വത്തെ തന്നെ ഒന്നുകൂടെ സാരമാക്കി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഇത് നമുക്ക് നോക്കാം. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവഃ സത് അസത് ഇദമശേഷം ഭാസയൻ നിർവിശേഷഃ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാഷു അഹമഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേഃ. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവഃ സത് അസത് ഇദമശേഷം ഭാസയൻ നിർവിശേഷഃ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാഷു അഹമഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേഃ. നേരത്തെ പറഞ്ഞ അതിൻ്റെ തന്നെ ഒരു സാരമായിട്ട് പറയുകയാണ്. പരമാത്മാവിന്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സാരം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് വീണ്ടും പറയുകയാണ് ശങ്കരാചാര്യ സ്വാമികള്. പരമാത്മാ എന്നാൽ എന്ത്? അതിൻ്റെ ഒരു സാരം. പ്രകൃതി കാരണ ആയിട്ടും വികൃതി കാര്യം. നമ്മൾ നേരത്തെ പഠിച്ചു. കാരണ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചു. എന്താണ് ഈ ഉപനിഷത്തുകളൊക്കെ പഠിക്കുമ്പോൾ കാരണം എന്ന് പറയുന്നത് എന്താണ്, കാര്യം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് കാരണം, വികൃതി എന്നതിനെ കാര്യമായിട്ടും പറഞ്ഞിട്ട് ഭിന്നഹ വേറിട്ടിരിക്കുന്നു. അതായത് കാര്യകാരണങ്ങൾക്ക് അപ്പുറം ഇരിക്കുന്നത് എന്നർത്ഥം. കാര്യകാരണങ്ങൾക്ക് കാര്യകാരണങ്ങൾക്കപ്പുറം ഇരിക്കുന്നത്. അതായത് ഇവിടെ കാരണം എന്ന് പറയുമ്പോൾ മായയെയാണ് ഇവിടെ കാരണമായിട്ട് പറയുന്നത്. മായ. കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എടുക്കേണ്ടത് മായയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചവും ശരീരവും. സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള പ്രപഞ്ചവും ശരീരവുമാണ് ഇവിടെ കാര്യം. അതെവിടെ നിന്നുണ്ടായി? മായയിൽ നിന്ന്. അപ്പൊ മായ കാരണമാണ് ഇവിടെ. ഓരോ സന്ദർഭങ്ങളിൽ പറയുമ്പോൾ അത് പ്രത്യേകം അതിൻ്റെതായ മീനിങ് ആയിട്ടാണ് വരിക. ഈ ശ്ലോകത്തിൽ പറയുമ്പോൾ കാരണം മായ, കാര്യം മായയിൽ നിന്നുണ്ടായത് സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചവും ശരീരവും. അപ്പോ മായയിൽ നിന്ന് ഉണ്ടായത് എല്ലാം, പ്രപഞ്ച ശരീരവുമായ പിന്നെ എല്ലാം ആയല്ലോ, വേറെ അവിടെ ബാക്കിയൊന്നുമില്ല. അപ്പൊ മായയിൽ നിന്ന് ഉണ്ടായത് എല്ലാം കാണുന്നതെല്ലാം മായയിൽ നിന്ന് ഉണ്ടായതാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം മായയിൽ നിന്നുണ്ടായതാണ്. അപ്പോ കളിമണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാകുമ്പോ ആ പാത്രങ്ങള് ജഡമാണ്, കളിമണ്ണും ജഡമാണ്. ഇവിടെ ഒരു രസകരമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇവിടെ കളിമണ്ണും കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. കളിമണ്ണും ജഡമാണ്, ഉണ്ടാക്കിയ പാത്രങ്ങൾ ജഡമാണ്. അതുപോലെ പരമാത്മാ ജഡമാണോ? അതൊരു ചോദ്യം. ജഡവസ്തുവിൽ നിന്നും വേറെ ജഡവസ്തു നാം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ലെ? കളിമണ്ണ് ജഡമാണ്, അതിൽ നിന്ന് ജഡമായ പാത്രങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയാണോ ജഡമായ ലോകം ജഡമായ പരമാത്മാവിൽ നിന്നാണോ ഉണ്ടായത് എന്ന് ഒരു ചോദ്യം. അപ്പോ പരമാത്മാ ജഡമാണോ?
അല്ലെന്ന് നമുക്കറിയാലോ. ചൈതന്യ സ്വരൂപമാണ് എന്ന് നമുക്കറിയാം. ചൈതന്യ സ്വരൂപമാണ്, ജഡമല്ല പരമാത്മ. കാരണം പരമാത്മാ ശുദ്ധ ബോധ സ്വഭാവ എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി വികൃതി ഭിന്ന, അതിൽ നിന്നും ഭിന്നമായ ശുദ്ധബോധ സ്വഭാവ, ശുദ്ധബോധ സ്വഭാവമാണ്, ശുദ്ധമാണ്, പ്യുവറാണ്, പ്യുവറായിട്ടുള്ളതാണ്. ബോധ അങ്ങനെയുള്ള അറിവ് സ്വരൂപമാണ്. അറിവ് സ്വഭാവ എന്ന് പറഞ്ഞ സ്വരൂപം, ശുദ്ധമായ അറിവ് സ്വരൂപമാണ് പരമാത്മ. ചൈതന്യ സ്വരൂപമാണ് പരമാത്മ. ജ്ഞാനസ്വരൂപമാണ് പരമാത്മ. ജഡമല്ല. ശുദ്ധമായ അറിവ് സ്വരൂപം, ചൈതന്യസ്വരൂപം, ജ്ഞാനസ്വരൂപം. പിന്നെയോ സത് അസത് ഇതമശേഷം. സത് അസത് ഇതമശേഷം. ഇവിടെ സത് എന്നാൽ കാണപ്പെടുന്നത് എന്നാണ് ഇവിടുത്തെ അർത്ഥം. സത് എന്നാൽ ഇവിടെ കാണപ്പെടുന്നത്, അസത് എന്നാൽ ഇവിടെ കണ്ണിന് കാണാൻ സാധിക്കാത്തത് എന്നാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം എടുക്കേണ്ടത്. സത് എന്നാൽ കാണപ്പെടുന്നത് എന്നും അസത് എന്നാൽ കണ്ണിന് കാണാൻ സാധിക്കാത്തത് എന്നും. മാത്രമല്ല സത് എന്ന് പറയുമ്പോൾ വ്യക്തമായത് എന്നും അസത് എന്ന് പറയുമ്പോൾ അവ്യക്തമായത് എന്നും നമുക്ക് അതിന്റെ മീനിങ് ഉൾക്കൊള്ളണം. അപ്പോ കാണപ്പെടുന്നത്, കണ്ണിന് കാണാൻ സാധിക്കാത്തത്, വ്യക്തമായത്, അവ്യക്തമായത്. അപ്പോ സത്ത് എന്ന് പറയുമ്പോൾ ലോകമായിട്ട് എടുക്കാം, കാരണം കാണപ്പെടുന്നതാണ്. അസത്ത് എന്ന് പറയുമ്പോൾ മായയായിട്ട് എടുക്കാം, കാരണം നമുക്ക് മായയെ കാണാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ ഉണ്ടല്ലോ. ഇനി ഇതം അശേഷം, ഇവിടെയുള്ള എല്ലാത്തിനെയും, ഇതം അശേഷം ഇവിടെയുള്ള എല്ലാത്തിനെയും, കാണാത്തതിനെയും മായയെയും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട് ഭാസയൻ. സത് അസത് ഇതമശേഷം ഭാസയൻ, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാസയൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. പരമാത്മാ എന്തിനൊക്കെ പ്രകാശിക്കുന്നേ? സത്തിനെയും പ്രകാശിപ്പിക്കും, അസത്തിനെയും പ്രകാശിപ്പിക്കും. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് പരമാത്മാ. നിർവിശേഷ, സ്വയം കാര്യമോ കാരണമോ അല്ല. സ്വയം കാര്യമോ കാരണമോ അല്ല. പക്ഷേ ഈ കാര്യകാരണങ്ങളെ എല്ലാം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരമാത്മാ. എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പരമാത്മാ. അപ്പോ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ പറയുന്ന കാര്യകാരണങ്ങൾ. മായ കൊണ്ടുണ്ടാക്കപ്പെട്ട പ്രപഞ്ചം, നമ്മുടെ ശരീരം, എല്ലാം, ഇതിനെ എല്ലാത്തിനെയും, ഇവിടെ കാണുന്ന സകലമായതിനെയും പ്രകാശിപ്പിക്കുന്ന ആളാണ് പരമാത്മാ. ഇങ്ങനെ പിന്നെന്താ പറയുന്നത് അടുത്ത വരിയില്? വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാഷു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ നിർഗുണമാണ്, ഗുണമില്ലാത്തത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നിർവിശേഷ എന്ന് പറയുമ്പോൾ നിർഗുണം എന്നുകൂടി നമുക്കതിനെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, അതിൻ്റെതായ വേറൊരു ഗുണങ്ങളും അതില്ല. അങ്ങനെയുള്ള പരമാത്മാ വിലസതി, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പരമാത്മാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ, എപ്പോൾ എന്നൊരു ചോദ്യമുണ്ട്. ജാഗ്രതാദിഷു അവസ്ഥാഷു, മൂന്നവസ്ഥകളിൽ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളില് എന്ത് ചെയ്യുന്നു? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ആര് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുവോ അതാണ് ഞാൻ, അതാണ് പരമാത്മാ. ഞാൻ ആത്മാ, ഞാൻ പരമാത്മാ. ആത്മാ പരമാത്മാക്ക് ഒന്ന് തന്നെ, രണ്ടുപേരെ യൂസേജ് ആണ് ഇവിടെ നമ്മൾ വരുന്നത്. അപ്പൊ ഈ മൂന്നവസ്ഥകളിലും ഈ മൂന്നവസ്ഥയെയും അറിയുന്നു, മൂന്നവസ്ഥയെയും അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു, ഞാനിപ്പോൾ ഉണ്ട്, ഉണർന്നിരിക്കുന്നു, അതും നമ്മൾ പറയുന്നു. അപ്പൊ ഈ അവസ്ഥയില് അഹമഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ, അഹമഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ. സാക്ഷാത് എന്ന് പറഞ്ഞാൽ നേരിട്ട്, വേറൊരു തരത്തിലുമല്ല, നേരിട്ടാണ് ആ സാക്ഷിയായിട്ടിരിക്കുന്നത്.
വേറെ ആരും പറഞ്ഞ് അറിയൊന്നും വേണ്ട. ഈ അവസ്ഥകളൊക്കെ അവനവന് ആരും പറഞ്ഞു തരണ്ട. നമ്മളുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ആരെങ്കിലും പറഞ്ഞു തരണോ? തൊട്ട് നോക്കണം, എന്നെ ഒന്ന് തൊട്ട് നോക്ക്, ഞാനുണ്ടോ, ഒന്ന് നോക്കിയിട്ട് പറയാവോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനുണ്ടോ? ഉണ്ട്. വളരെ ക്ലിയർ അല്ല, അതിനകത്ത് യാതൊരു സംശയത്തിനും വഴിയില്ലല്ലോ അവിടെ. അപ്പൊ അങ്ങനെ സ്വയം അറിയുന്നു. അതാണ് സാക്ഷാൽ നേരിട്ട് സാക്ഷി രൂപേണ ബുദ്ധേഹെ, ബുദ്ധിയെയും സാക്ഷിയായി കണ്ടുകൊണ്ടാ. ബുദ്ധിയെയും സാക്ഷിയായിട്ടാണ് കാണുന്നത്. ബുദ്ധിയല്ല, നമ്മളെ ബുദ്ധിയെയും നമ്മൾ സാക്ഷിയായിട്ട് തന്നെയാണ് കാണുന്നത്. ബുദ്ധി, എന്റെ ബുദ്ധി എന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സാക്ഷി ഒന്നും ചെയ്യാതെ തനിക്ക് മാറ്റമില്ലാതെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല. നമ്മൾ ധരിക്കും മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനൊക്കെയാണ്. അല്ലാതെ ആ ചൈതന്യത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ ഗർഭത്തിൽ പ്രവേശിച്ച് വീണ്ടും മരിക്കുന്ന ആ എല്ലാ സമയത്തും ആ പ്രകാശ സ്വരൂപമായ ആത്മസ്വരൂപം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, സാക്ഷിയായിട്ടാണ് ഇരിക്കുന്നത്. ആ സാക്ഷി കാണുന്നുണ്ട് ശരീരം വളരുന്നത്, വലുതാവുന്നത്, രോഗം വരുന്നത്, പ്രായമാകുന്നത്, മരിക്കുന്നത് എല്ലാം സാക്ഷി രൂപേണ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്ന് നമ്മൾ പറയാറുണ്ട്, ഞാൻ എന്റെ യൗവനകാലത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്, എന്റെ വാർദ്ധക്യകാലത്ത് എന്ന് പറയാറുണ്ട്, എല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. അതാണ് മായയുടെ ആ ബന്ധിപ്പിക്കൽ. ആ ബന്ധത്തെയാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബന്ധനം, എന്താണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ബുദ്ധിയെയും സാക്ഷിയായി കണ്ടുകൊണ്ട് സാക്ഷി ഒന്നും ചെയ്യാതെ തനിക്ക് മാറ്റമില്ലാതെ മറ്റുള്ളവരുടെ മാറ്റത്തെ നോക്കിക്കാണുന്നു. ഇൻവോൾവ്മെന്റ് ഇല്ല, ഒന്നിലും ഇടപെടുന്നില്ല, ഇൻവോൾവ്മെന്റ് ഇല്ല. സാക്ഷി രൂപേണ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ആ ഒരു കാര്യം മനസ്സിലായാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾക്ക്. അപ്പോഴാണ് ശരിയായിട്ടുള്ളൊരു ശാന്തി മനസ്സിൽ ലഭിക്കുക. കണ്ടുകൊണ്ടിരിക്കുക, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സിനിമ കാണുന്ന പോലെ കാണുക. അതിനെക്കുറിച്ച് നമ്മുടെ പ്രവൃത്തികളൊക്കെ ചെയ്യണം, എല്ലാ പ്രവൃത്തികളും ചെയ്യണം, നിഷ്കാമമായിട്ട് ചെയ്യുക. അപ്പോ ഈ നിഷ്കാമമായിട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം? സാക്ഷിയാവും അവിടെ. നിഷ്കാമമായിട്ട് ചെയ്താൽ ശരിക്കും സാക്ഷിയാവും. കാരണം പ്രവർത്തനം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശരീരം കിട്ടിയിട്ടുണ്ട്, പൂർവ്വജന്മ കർമ്മങ്ങളെ കൊണ്ട് എന്താ പറയാ, ലോ ഓഫ് കർമ്മ പ്രകാരം വന്നു, സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടുവന്നു, സഞ്ചിത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണം. ശരീരം കിട്ടി, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പോകാതെ പറ്റത്തില്ല, കർമ്മം ചെയ്യണം. പിന്നെ എങ്ങനെ സാക്ഷിയായിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, നിഷ്കാമകർമ്മം ചെയ്താൽ സാക്ഷിയായിട്ടിരിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ മെല്ലെ മെല്ലെ എന്താ പറയുക, അവനവനിൽ സന്തോഷിച്ച് അവനവനിൽ രമിച്ച് ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. പ്രത്യേകിച്ചും വയസ്സാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പറ്റും. കാരണം ശരീരത്തിന്റെ ആ ബലം കുറയും, ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നത് കുറയും. അപ്പൊ നമുക്ക് മനസ്സിനെ മെരുക്കാൻ കുറച്ചുകൂടെ എളുപ്പം കിട്ടും. ഇന്ദ്രിയത്തിന്റെ പിടി അയഞ്ഞു വരുമ്പോ മനസ്സിനെ കുറെ കൂടെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിടിയിപ്പിക്കാം. ചെറുപ്പത്തിൽ അങ്ങനെ വിടിയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മജ്ജയും മാംസമുള്ള ശരീരം, ആ ഇന്ദ്രിയങ്ങള് നമ്മളെ പിടിച്ചു വലിക്കും. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മാറാൻ. അതിനെ പറഞ്ഞ മാതിരി ഒരുപാട് സുഹൃതം ചെയ്ത ആത്മാക്കൾക്ക് സന്യാസിയൊക്കെ ആവാൻ പറ്റും. കുഞ്ഞിലെയൊക്കെ സന്യാസി വൃത്തം സ്വീകരിച്ച് പോകുന്നവരുണ്ടല്ലോ. അതൊക്കെ എന്ന് പറയാം എത്രയോ ജന്മങ്ങളുടെ തപസ് കൊണ്ടാണ് അവർക്ക് ആ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചത്. അവർക്ക് ആ ഇന്ദ്രിയങ്ങളെ കുറിച്ച് ചിന്തയേ ഇല്ല. നമുക്കത് പറ്റില്ല. നമ്മൾ അങ്ങനെയൊന്നും ഉള്ളവരല്ലല്ലോ. ഇപ്പോഴല്ലേ നമ്മൾ ഇതിനകത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇതെത്ര കാലം കൊണ്ട് വേണം ഇതൊക്കെ ഒന്നുള്ളിലായി വരാൻ? അപ്പോൾ ഇപ്പൊ ഒരു ഗുണം എന്താ വെച്ചാൽ, കുറച്ച് പ്രായമായതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം മനസ്സിനെ കൺട്രോൾ ചെയ്താലേ അതും പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങൾ പോകുമ്പോൾ മനസ്സ് പറയണമില്ല, ഞാൻ വരില്ല, ഞാൻ കഴിഞ്ഞല്ലോ, ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു, ജീവിച്ചു, കഴിഞ്ഞല്ലോ, ഇനി എന്റെ ആവശ്യം നിങ്ങളുടെ ആവശ്യമല്ല. ഇനി എൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ, എൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ഞാൻ തന്നെയായ ആ സാക്ഷിയെ എനിക്ക് തിരിച്ചറിയണം. ഇപ്പൊ ഞാൻ അറിയുന്നില്ല, ഞാൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സ്ഥൂല ശരീരമല്ല എന്ന് വിചാരിച്ചാലും സൂക്ഷ്മ ശരീരമാണെന്നുള്ള വിചാരമെങ്കിലും നമ്മുടെ ഉള്ളിലല്ല ഇപ്പൊ കിടപ്പുണ്ട്. സ്ഥൂലമല്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷ്മ ശരീരമാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അത് പോണമെങ്കിൽ മനസ്സിനെ ഒരു ചിന്തയും ഇല്ലാത്തതാക്കി, ഒരു വൃത്തിയും മനസ്സിൽ വരാത്തതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോ ഉള്ളിലുള്ള വാസനകളാണ് അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള വാസനകൾ തലപൊക്കും. എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ പോവില്ല. ചില കാര്യങ്ങൾ നമുക്കില്ലാതെ കണ്ട് പറ്റില്ല. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കും. അതാണ് നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകൾ. എത്ര പ്രായമായാലും ചില കർമ്മവാസനകൾ പിടിച്ചു വലിക്കും. അതിനെ ജയിക്കാനാണ് നാമജപം. ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക,
ഈ വിത്ത് കരിച്ചു കളയണമേ, ഇതിനെ നാമജപം കൊണ്ട് ഉണക്കണം. വേറെ തരത്തിൽ തന്നെ ഉണക്കാൻ പറ്റില്ല. ഈ ജന്മത്തിൽ തന്നെ നേടണമെങ്കിൽ നാമജപം കൊണ്ട് മാത്രമേ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഉണക്കിയ വിത്ത് മുളയ്ക്കില്ല. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ആത്മ അനാത്മ എന്ന് രണ്ട് പദം എപ്പോഴും ഓർമ്മ വേണം. ആത്മ അനാത്മ. ഓരോ ജീവനും ആത്മാ പരമാത്മാ എന്ന രണ്ട് തത്വങ്ങളുടെ ചേർച്ച തന്നെയാണ്. ആത്മാ തന്നെയാണ് പരമാത്മാ, പരമാത്മാ തന്നെയാണ് ആത്മാ. ഓരോരുത്തരും രണ്ട് തത്വങ്ങളുടെ ചേർച്ചയാണ്. എന്തൊക്കെയാണ് നമ്മൾ രണ്ട് തത്വങ്ങളുടെ ചേർച്ച? അനാത്മ എന്നുള്ള അതും ആത്മാ എന്നുള്ള അനാത്മാവാണല്ലോ ശരീരം. മനസ്സ് ശരീരമെല്ലാം അനാത്മാക്കളാണ്. പിന്നെയോ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും നേരം പറഞ്ഞ ആ പരമാത്മ തത്വം, ഈ രണ്ട് തത്വങ്ങളും കൂടിയതാണ് നമ്മൾ. ഇതിന്റെ രണ്ട് തത്വത്തിൽ ഏതിനെ ഉപേക്ഷിക്കണം? അനാത്മതത്വത്തെ ഉപേക്ഷിച്ചാൽ ഓക്കെ ആയി, അപ്പൊ മോക്ഷമായി. മനസ്സും ഉടലും അനാത്മായാണ്. ഇതല്ലാതെ വേറെ എന്താണ് ഉള്ളത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാം, അല്ലേ? ഇവിടെ ഉള്ളത് അനാത്മയാണ് എന്ന് പറഞ്ഞു, ഈ ശരീരവും മനസ്സും അനാത്മാവാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും ഉടനെ, പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ളത്? ഇതല്ലേ ഉള്ളൂ, മനസ്സും ശരീരവും അല്ലേ ഉള്ളൂ, വേറെ എന്താ ഉള്ളത്? ശരീരം പോകും, മനസ്സുണ്ടാവും. മരിച്ചു കഴിയുമ്പോൾ മനസ്സുണ്ടാവും എന്നാണ് ശാസ്ത്രമൊക്കെ പറയുന്നത്, അല്ലേ? അപ്പൊ ശരീരവും മനസ്സും ഉണ്ടാവും, പിന്നെന്താ വേറെ ഇവിടെ എന്താ ഉള്ളത് എന്നൊരു ചോദ്യം വരാം. അപ്പൊ വേറെ എവിടെ ഉണ്ട്? അതാണ് അറിവ് സ്വരൂപമായി എല്ലാത്തിനെയും അറിഞ്ഞു മനസ്സിനെയും അറിയുന്നുണ്ട്. എന്റെ മനസ്സിൽ തോന്നി, എന്റെ മനസ്സിൽ വിഷമമുണ്ടായി, എന്റെ മനസ്സിന് സങ്കടമുണ്ടായി, എന്റെ മനസ്സിൽ വേദനയുണ്ടായി, എന്റെ മനസ്സിൽ വെറുപ്പുണ്ട്, എന്റെ മനസ്സിൽ കോപമുണ്ട്. ഇതാരാ പറയുന്നത്? ഞാനാണ് പറയുന്നത്. അപ്പോ ഞാൻ മനസ്സാണോ? അല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതോ ഈ മനസ്സാണ് ഞാൻ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് മാറണം. അങ്ങനെ ഞാൻ ഞാൻ എന്ന് പറയുന്നതാണ് ആത്മാ എന്ന് തിരിച്ചറിയണം. ഞാൻ ജഡം എന്നോ ഞാൻ ഉറങ്ങുകയാണോ എന്നും ആർക്കും പറയാൻ പറ്റില്ല. ഉറങ്ങുമ്പോൾ പറയാൻ പറ്റുമോ ഞാൻ ഉറങ്ങുകയാണെന്ന്? പറയാൻ പറ്റില്ല. എനിക്ക് ഉറക്കം വരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റു എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഉറങ്ങുകയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അറിവ് സ്വരൂപമാണ്. ഞാൻ ജഡമാണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ അറിവ് സ്വരൂപമാണ്. പിന്നെ എങ്ങനെ ഞാൻ ജഡമാണെന്ന് പറയും? പറ്റില്ല. ഇത്രയും തിരിച്ച് പറഞ്ഞു തന്നാ പോരെ ശങ്കരാചാര്യസ്വാമികള് ഞാൻ ആരാന്നറിയാൻ? ഇതിൽ കൂടുതൽ എന്താണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരാൻ്റെ? ഇത്രയും പറഞ്ഞു തരുമ്പോ തന്നെ മനസ്സിലാവണ്ടേ? ജഡമല്ല ഞാൻ. ഞാൻ മരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ജഡമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഞാൻ ചേതന സ്വരൂപമാണ്, ഞാൻ ചൈതന്യ സ്വരൂപമാണ്, ഞാൻ പ്രകാശ സ്വരൂപമാണ്, ഞാൻ അറിവ് സ്വരൂപമാണ്. അപ്പോ ഈ സ്വയം അറിയുന്ന അറിവിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. സ്വയം അറിയുന്ന, ഞാൻ ഉണ്ട് എന്ന് അറിയുന്ന ഈ അറിവിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. ഞാൻ സ്വയം അറിയുന്ന അറിവിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. അത് തന്നെ പരമാത്മാ. അത് തന്നെ പരമാത്മാ. പരമാത്മാ വേറെ എവിടെയോ അല്ല. വേറെ എവിടെയോ ഉള്ളൊരു പരമാത്മാവിനെ അന്വേഷിച്ചാണ് ഇപ്പൊ ഈ നടക്കുന്നത് മുഴുവൻ. എന്ത് മണ്ടത്തരമാണ്! അന്വേഷണത്തിലല്ല നമ്മളെല്ലാവരും. പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറണം, ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വന്ന് ഓരോ നാമം ജപിക്കുമ്പോഴും ഉള്ളിൽ ഉള്ള ആ ആത്മതത്വത്തെ തിരിച്ചറിയണം. ഓരോ നാമാവലി ചൊല്ലുമ്പോ, ശ്ലോകം ചൊല്ലുമ്പോ എല്ലാം ഉള്ളിലേക്കൊന്ന് തിരിച്ചു നോക്കുക. ഒരു പ്രത്യേക സുഖ ചെയ്യാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഭഗവാൻ കൃഷ്ണന്റെ ശ്ലോകം ചൊല്ലുമ്പോ ഉള്ളിൽ വിളങ്ങുന്ന ഞാൻ ഞാൻ എന്ന് വിളങ്ങുന്ന ആ അന്തര്യാമി, ആ അന്തര്യാമിയെയാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ആ അന്തര്യാമിയുടെ ദർശനം ഉണ്ടാകണം, ഞാൻ ആ അന്തര്യാമിയെ തിരിച്ചറിയണം എന്ന് വിചാരിച്ച് ഓരോ ശ്ലോകവും ചൊല്ലൂ. ഓരോ സഹസ്രനാമവും ചൊല്ലുമ്പോഴും അർച്ചന ചെയ്യുമ്പോഴും എല്ലാം അത് ഉള്ളിലേക്കാകട്ടെ, അന്തര്യാമിയിലേക്കാകട്ടെ. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ ആ പ്രകാശം നമുക്ക് അനുഭവപ്പെടും. കണ്ണടച്ചാൽ ഇരുട്ടൊക്കെ പോവും. ഇപ്പൊ കണ്ണടച്ചാൽ ഇരുട്ടല്ലേ, അത് മാറും. കണ്ണടയ്ക്കും ഇരുട്ട് വരില്ല. ആ പ്രകാശ സ്വരൂപന്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ആത്മാവിന്റെ പ്രകാശം നമ്മൾ കാണും. നാം ആ പ്രകാശത്തിലായിരിക്കും. ഞാൻ തന്നെ പ്രകാശം എന്ന് മനസ്സിലാക്കും. ഒരു സംശയമില്ല. ചെയ്തു നോക്കുക. ഓരോ അർച്ചനയും ഉള്ളിലേക്ക് ചെയ്യുക.
ഓരോ ശ്ലോകങ്ങളും ഉള്ളിലേക്ക് ജപിക്കുക. പുറത്ത് തപ്പി തപ്പി ജീവിതം കളയരുത്. ഇപ്പൊ അന്വേഷണമാണല്ലോ, എവിടെ പോയാലാ ഭഗവാനെ കാണാൻ പറ്റുമെന്ന് അന്വേഷിച്ച് നടക്കുക. അകത്തുണ്ട് ഈ ഭഗവാൻ തന്നെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണിക്കുന്നത്. മാറണം. വിവേക ചൂടാമണിയും ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ട് വീണ്ടും ഈ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മഹാപ്രകടമാണ്. ഇപ്പൊ മാറിയില്ലെങ്കിൽ എപ്പോ മാറും? ഇൻവേർഡ് ജേണി തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അകത്തേക്ക് നോക്കണം. അകത്ത് നോക്കിയിട്ട് വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോ പരമാത്മാ വേറെ എവിടെയോ അല്ല, നാം തന്നെ. ഈ ഞാൻ എന്ന അറിവ് സ്വരൂപത്തെയും ശരീരം എന്ന ജഡസ്വരൂപത്തെയും ചേർത്താണ് ഇപ്പോൾ ഞാൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ രണ്ടിനെയും ചേർത്താണ് നമ്മൾ പറയുന്നത്. അതിലൊന്നിനെ ഒഴിവാക്കണം. ജഡമായതിനെ ഒഴിവാക്കണം, ശരീരത്തെ ഒഴിവാക്കണം, മനസ്സിനെ ഒഴിവാക്കണം. ശരീരത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന അറിവ് സ്വരൂപമാണ് ഞാൻ എന്നറിയണം. അല്ലേ? ഞാൻ എന്റെ കൈ ചലിപ്പിച്ചാലല്ലേ എന്റെ കൈ ചലിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യണം, ഞാൻ നടക്കണമെന്ന് വിചാരിച്ചാലല്ലേ ഞാൻ നടക്കുള്ളൂ. അപ്പൊ ശരീരമാണോ തനിയെ വലിച്ചു കൊണ്ടുപോകുന്നത്? അല്ല, ഞാനാണ്. അപ്പൊ മനസ്സ് ചിലപ്പോ പല വാസനാബലം കൊണ്ട് നമ്മളെ പിടിച്ചു വലിക്കും. അപ്പൊ മനസ്സിനെ നമ്മൾ പിടിക്കണം. അതാണ് ഭഗവത്ഗീതയില് ചോദിച്ചത്, എങ്ങനെ മനസ്സിനെ മെരിക്കാൻ പറ്റും എന്ന് അർജുനൻ ചോദിച്ചപ്പോ പറഞ്ഞു, അഭ്യാസേന കൗന്ദേയ. അഭ്യാസം കൊണ്ട് പറ്റും, മെല്ലെ മെല്ലെ സാധിക്കും. ചെയ്യുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർ പറയാണ് ഷുഗറാണ്, പഞ്ചാര ഇടാതെ കാപ്പി കുടിക്കണം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് അനുസരിക്കുന്നുണ്ട്. ചിലപ്പോൾ വഴിവിട്ടു പോകും, എന്നാലും പരമാവധി അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ ശരീരം പെട്ടെന്ന് നശിച്ചു പോകരുത്, എനിക്ക് കുറെ കാലം കൂടെ ഇവിടെ കഴിയണം. അപ്പോ അത് കുറെ കാലം കൂടെ കഴിയണം എന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാ? ഈ ശരീരം കൊണ്ടും ഈ മനസ്സുകൊണ്ടും ഇനിയും അനുഭവിക്കാവുന്ന സുഖങ്ങൾ ഏതൊക്കെയോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ. അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ നിൽക്കണ്ടേ? അപ്പൊ ബന്ധങ്ങൾ, ഈ ബന്ധം എങ്ങനെ വന്നു? ശരീരം മുഖാന്തരമല്ലേ ബന്ധങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ എന്ത് ബന്ധം? ശരിക്കും നന്നായിട്ട് വിചാരം ചെയ്യുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് അറിയണം. ഇപ്പൊ നമ്മൾ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആത്മസ്വരൂപമാണെന്ന് അറിയുന്നില്ല. 7 ചോദ്യങ്ങളില് പലതിനെയും ആചാര്യര് ചുരുക്കിയാണ് ഉത്തരം പറയുക. നമ്മൾ നേരത്തെ 7 ചോദ്യത്തിന്റെ പുറകിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ആ നേരത്തെ ശിഷ്യൻ ചോദിച്ച 7 ചോദ്യങ്ങൾ പലതിനെയും ആചാര്യ ചുരുക്കി ഉത്തരം പറയും. പക്ഷേ കലർന്നിരിക്കുന്ന ആത്മാ അനാത്മാക്കളെ വിശദമായി പഠിക്കും. അപ്പോഴല്ലേ നമുക്ക് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആത്മാനാത്മാ വിവേകം അത് ഡീറ്റെയിൽഡ് ചെയ്താണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും അനാത്മ തത്വത്തെ. കാരണം അതാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ നിന്നാണ് ആ അനാത്മാവിനെയാണ് നമ്മൾ ഒഴിവാക്കിയിട്ട് ആത്മാവിൽ നമ്മൾ ഉറച്ചതെന്ന് സ്വയം ആത്മാ എന്ന് തിരിച്ചറിയേണ്ടത്. അനാത്മായെ മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടി ആത്മാ എന്ന എന്നെ സ്വയം മനസ്സിലാക്കാനായി ആചാര്യർ ഒരുപാട് വിശദീകരണങ്ങൾ വഴിയെ തരുന്നുണ്ട്. അപ്പോ ഇതുവരെ നമ്മളൊരു വേഗമായിട്ടാണ് പലതും മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും അതിനെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട് ആചാര്യസ്വാമികൾ. മുന്നോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിന് നമുക്ക് പറഞ്ഞു തരും. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകത്തെ നോക്കാം. ഇന്ന് നമുക്ക് കുട്ടികളുടെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് ആ ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഒരുപാട് ഡീറ്റെയിൽസ് വരുന്ന ശ്ലോകമാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ അത് തുടങ്ങിയാൽ നമുക്കൊരു എങ്ങും എത്തത്തില്ല. അടുത്ത ദിവസം നമുക്ക് അത് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ 5 മിനിറ്റ് കൂടെ കൂടുന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. കൂടുതലായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ കോ നാമ ബന്ധ, അതാണ് അടുത്തത് വരുന്നത്. കോ നാമ ബന്ധ, ബന്ധം എന്നാൽ എന്ത്? അതിലാണല്ലോ നമ്മളെല്ലാം കുടുങ്ങിയിരിക്കുന്നത്. ബന്ധങ്ങളിലാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. അതെന്താണ് എന്ന് പറഞ്ഞു തരാൻ പോകുന്ന ശങ്കരാചാര്യ സ്വാമികള് അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. കുട്ടികളുടെ പ്രോഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കാണുക. 8:15 ഒരു 8:25 ആവും തുടങ്ങുമ്പോഴത്തേക്കും. 8:15 തന്നെ ലൈൻ ഓൺ ആവും. ഇത് തന്നെ സെയിം ലിങ്ക് ആണ്, ഇതേ ലിങ്ക് തന്നെയാണ്. ഇതിൽ കയറിയാൽ മതി. എല്ലാവർക്കും രാമായണമായിട്ട് തിരക്കായിട്ട് എനിക്കറിയാം, എന്നാലും